ഗുഡ് ഈവനിങ്. ആർക്കുമാകാം പിച്ചക്കാരൻ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. ഒരു ചോദ്യം മതി ജീവിതം മാറാൻ, എന്റെയും നിങ്ങളുടെയും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ പിച്ചക്കാരനാകും, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിച്ചക്കാരനാകും. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന റിവേഴ്സ് പിച്ചക്കാരൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പരിപാടിയിലുടനീളം കല്യാണിക്കുട്ടി, നമ്മുടെ കല്യാണിക്കുട്ടി ഭ്രാന്ത് പിടിച്ചോടിക്കൊണ്ടേയിരിക്കും. അവളുടെ ഭ്രാന്ത് മാറുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അന്ത്യവുമായിരിക്കും. കല്യാണിക്കുട്ടിയുടെ ഭ്രാന്താണ് ഈ പരിപാടിയുടെ വിജയവും. നമുക്ക് ക്ഷണിക്കാം കല്യാണിക്കുട്ടിയെ വേദിയിലേക്ക്. വെൽക്കം കല്യാണിക്കുട്ടി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. ഈ പരിപാടിയുടെ മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ കടുത്ത മത്സരത്തിലൂടെയാണ്. വിവിധ സിറ്റികളിൽ നടന്ന പ്രിലിമിനറി റൗണ്ടിൽ വിവിധ മത്സരാർത്ഥികളുടെ ഭൗതിക മണ്ഡലത്തിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് നടന്ന് അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂതി എന്ന മത്സരത്തിൽ വിജയിച്ച നമ്മുടെ തട്ടമിട്ട ആയിഷ ബീവി, പിന്നെ പാലാരിവട്ടം ശശി. ക്ഷണിക്കാം ഹോട്ട് സീറ്റിലേക്ക് ആയിഷ ബീവിയെ. കെട്ടിയോൻ അബ്ദു സൗദിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഏക വരുമാന മാർഗമാക്കിയ തട്ടമിട്ട നമ്മുടെ ആയിഷ ബീവി. കൈയടിയോടെ നമുക്ക് സ്വീകരിക്കാം ആയിഷ ബീവിയെ. നമുക്കുമാകാം പിച്ചക്കാരൻ എന്ന പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിഷ ബീവിക്ക് അറിയാമോ? അറിയാവോന്നോ? പിന്നെ അല്ല, എന്നാലും ഒന്ന് പറഞ്ഞാൽ എന്റെ പൊന്നുള്ളേ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ തട്ടമിട്ടുള്ള ഇരിപ്പ് കണ്ടിട്ട് എന്റെ പൊന്നെ, നിന്റെ ബൈന്ന് ഏതാണ്ട് ഒളിച്ചു വന്നട പിള്ളേ. നോക്കട്ടെ, അങ്ങോട്ട് നോക്കണം, തുടച്ച് കളയടാ. തൂത്തള തൂത്തള തൂത്തള, വേണ്ട, നമ്മളോട് വേണ്ട പോഞ്ഞേ. നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് കിടക്കാം. 3 ലൈഫ് ലൈൻ ഉണ്ട്. നമ്പർ 1 ആരോടെങ്കിലും ചോദിക്കാം. നമ്പർ 2 നമ്മുടെ തമ്പിച്ചേട്ടനോട് ചോദിക്കാം. നമ്പർ 3 തോമസ് കുട്ടിയോടും ചോദിക്കാം. എന്നാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കാര്യണ്ട പുള്ളേ നീ പറയണത്? നീ എന്റെ തട്ടത്തിലേക്ക് നോക്കി ഇരുന്നോടെ പുള്ളേ, എന്നിട്ട് നമുക്ക് ചുമ്മാ മിണ്ടിയും പറഞ്ഞിരിക്കാണ്ട്. ഐ ആം സോറി ആയിഷ ബീവി, അത് പറ്റില്ല. ആദ്യം കളി, പിന്നെ വർത്തമാനം, അതാണ് അതിന്റെ ശരി. എന്നാലും നിന്റെ തട്ടമിട്ടുള്ള ഇരിപ്പ് എന്നെ അങ്ങ് കൊല്ല്. ചോദിക്ക, സമയം പോണുണ്ട്. പോകാം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. നിങ്ങൾക്കുമാകാം പിച്ചക്കാരൻ എന്ന പരിപാടിയുടെ ഒന്നാമത്തെ ചോദ്യം ഇതാ ആയിഷ ബീവിക്ക്. അണ്ണാന്റെ ലത് കളഞ്ഞു പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ ഒന്ന് പോയത് കണക്കിരുന്നത്. അണ്ണാന്റെ ലത് ഏതാണ്? ഓപ്ഷൻസ് തരട്ടെ. ഓപ്ഷൻസ്: മാങ്ങാണ്ടി, നമ്പർ 2 തേങ്ങാണ്ടി, നമ്പർ 3 കപ്പലണ്ടി, നമ്പർ 4 പപ്പങ്ങാണ്ടി. മോനെ സുരേഷ്, എന്നോട് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടടാ. ഈ അണ്ണാന്ന് പറഞ്ഞ സാധനത്തിന് ശരിക്കും ലതുണ്ടായിരുന്നോടെ പുള്ളേ? ഞാൻ കണ്ട അണ്ണാന് ലതുണ്ടായിരുന്നു. അപ്പങ്ങളെമ്പാടും
അല്ലോ നന്നാൻ്റെ എല്ലാത്തും നോക്കിട്ട് കാര്യം. ആയിഷ, കല്യാണിക്കുട്ടി ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരം പറയണം, കുറച്ച് സമയമേ ഉള്ളൂ. കപ്പലണ്ടി മതി മോനെ, കപ്പലണ്ടി. തട്ടമിട്ട ആയിഷേ, നിങ്ങൾ കവർന്നെടുത്തത് മുഴുവൻ അണ്ണാൻ സമൂഹത്തിന്റെയും മനസ്സാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നതോ ഈ ജനതയുടെ മുഴുവൻ കയ്യടിയും 99 പെൻസും. Come on, give her a big hand. തൊണ്ണൂറ്റമ്പതെങ്കിൽ 99. ഒരു പൗണ്ട് തികയ്ക്കുവാനുള്ള ചോദ്യത്തിലേക്ക് കടക്കട്ടെ ആയിഷ, തട്ടമിട്ട എന്റെ ആയിഷ. രണ്ടാമത്തെ ചോദ്യം ഇതാ ആയിഷയുടെ മുന്നിൽ. ഏറ്റവും കൂടുതൽ സ്ത്രീപീഡനം നടക്കുന്ന ട്രെയിൻ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ഈസ് ദ ട്രെയിൻ ഓഫ് ദ പീഡിപ്പിക്കൽസ്? ചോദ്യം 1 കേരള എക്സ്പ്രസ്. ചോദ്യം 2 രാജധാനി എക്സ്പ്രസ്. ചോദ്യം 3 കന്യാകുമാരി എക്സ്പ്രസ്. ചോദ്യം 4 മേഴ്സി റെയിൽ. മോനെ സുരേഷ്, ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് പെരുമാറാവോ? തീർച്ചയായിട്ടും. നമ്പർ 1 ആരോടെങ്കിലും ചോദിക്കാം. നമ്പർ 2 തമ്പിച്ചേട്ടനോട് ചോദിക്കാം. നമ്പർ 3 തോമസ് കുട്ടിയോട് ചോദിക്കാം. ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ആയിഷയ്ക്ക് യൂസ് ചെയ്യാം. അല്ല, നമ്മുടെ തമ്പിച്ചേട്ടനെ വിളിക്കണേ എന്റെ പൊന്നു സുരേഷോനെ. എന്തൊരു ബർക്കത്തുള്ള പുള്ളിയാന്നറിയാവോ? നീ ആ ബോഡി കണ്ടിട്ടുണ്ടോ? 6 പാക്കിന്റെ. അല്ല, പുള്ളിനെ വിളിക്കണം. എന്റെ എല്ലാ കാര്യങ്ങളുടെ അവസാന വാക്കാണ് മോനെ തമ്പിച്ചേട്ടൻ. ഇക്ക ഗൾഫിലായതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും തമ്പിച്ചേട്ടനെ ഞാൻ വിളിക്കാറുള്ള. തമ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമില്ലടാ പുള്ളേ. വിളിക്കണ തമ്പിച്ചേട്ടനെ, വിളിക്കാൻ. ഹലോ മിസ്റ്റർ തമ്പി. ഹലോ സാർ, ഞാൻ സുരേഷ് ഗോപി, ആർക്കുമാകാം പിച്ചക്കാരൻ എന്ന പ്രോഗ്രാമിൽ നിന്ന്. ഹായ് സാർ. താങ്കളുടെ ഒരു സുഹൃത്ത് ശ്രീമതി ഐഷ ബീവി ഇപ്പോൾ ഹോട്ട് സീറ്റിലുണ്ട്. അതുകൊണ്ട് ഐഷ ബീവിക്ക് താങ്കളുടെ സഹായം വളരെ അനിവാര്യമാണ്. ഇനിയും താങ്കൾ കേൾക്കാൻ പോകുന്നത് ഐഷ ബീവിയുടെ ശബ്ദമാണ്. ഫോൺ ഇതാ ഐഷ ബീവിക്ക് കൈമാറുന്നു, സംസാരിച്ചോളൂ. ഹലോ തമ്പിച്ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കണം എന്റെ പൊന്നോ. തമ്പിച്ചേട്ടോ, ചോദ്യം ഇതോ, എന്റെ പുള്ളിയെ ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്ന ട്രെയിൻ ഏതാണ്? തമ്പിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നടക്കണത് ട്രെയിൻ ഏതാണ്? നമ്പർ 1 കേരള എക്സ്പ്രസ്. നമ്പർ 2 രാജധാനി എക്സ്പ്രസ്. നമ്പർ 3 കന്യാകുമാരി എക്സ്പ്രസ്. നമ്പർ 4 മേഴ്സി റെയിൽ. സ്ത്രീ പീഡനം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഏതിലാണ്? പെട്ടെന്നാട്ടെ. അതോ പെട്ടെന്ന് പറവോനെ. തോന്നുന്നു. അതോ മോനെ, ഉറപ്പല്ലേ തമ്പിച്ചേട്ടാ? ഉറപ്പാണോ? ആ മോനെ സുരേഷ്, ലോക്ക് ചെയ്തോ മേഴ്സി റെയില്. ഉറപ്പാണോ മേഴ്സി റെയിൽ? ലോക്ക് ചെയ്യാൻ പോവാണ്. ധൈര്യമായിട്ട് ലോക്ക് ചെയ്തോ മേഴ്സി റെയില്. തമ്പിച്ചേട്ടൻ പറഞ്ഞാ മതി. ഈ മത്സരത്തിൽ നിന്നും ഔട്ടായാൽ ആയിഷ ബീവിക്ക് എന്ത് വികാരമാണ് തോന്നുക? തമ്പിച്ചേട്ടനോട് ഒടുക്കത്തെ വികാരം തോന്നും മോനെ. ഔട്ടായി കഴിഞ്ഞ പുള്ളിനെ നമ്മൾ വിടുകയല്ല. ക്ഷമിക്കണം ആയിഷ, ഉത്തരം തെറ്റാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ വേദിയിൽ നിന്നും പുറത്തു പോകണം. തമ്പിച്ചേട്ടനെ എന്ത് ചെയ്യണമെന്നുള്ളത് ആയിഷയ്ക്ക് തീരുമാനിക്കാം. സോറി. അടുത്ത കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. കേരള പോലീസിൽ നിന്നും ഓടിച്ചുവിട്ട പാലാരിവട്ടം ശശി. സ്വാഗതം ചെയ്യാം ശശിയെ ഹോട്ട് സീറ്റിലേക്ക്. മിഴിയഴകു നിറയും രാധ, മൊഴിയഴകു പൊഴിയും രാധ,
താങ്കൾ സസിയാണോ അതോ ശശിയാണോ? ഞാൻ ശശിയായി ജനിച്ചു, പക്ഷേ ഇപ്പോൾ വെറും സസിയായി ജീവിക്കുന്നു. കളിയുടെ നിയമങ്ങൾ അറിയാമല്ലോ. പിച്ചക്കാരനാകാനും നിയമങ്ങളുണ്ടോ? നിയമങ്ങൾ ഉണ്ട് ശശി, നിയമങ്ങളുണ്ട്. എല്ലാം ഒരു ചാട മാത്രം. ഇവിടെ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കാണ് പരിഗണന. അതുകൊണ്ട് ഏത് ശശിക്കും ഇത് ജയിക്കാം. ശശിയോട് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം താ വന്നു, താ പോയി. വന്നതും കണ്ടില്ല, പോയതും കണ്ടില്ല. എന്നാലേ ആ തട്ട വിട്ട് വിവി പോയോ? തട്ടമിട്ട ബീവി, യെസ്, തട്ടമിട്ട ബീവി പോയി. അവളുടെ തട്ടമിട്ട ആ ഇരിപ്പ് ഇപ്പോഴും അങ്ങ് മറക്കാൻ പറ്റുന്നില്ല. അവള് വന്നതും പോയതും അറിഞ്ഞില്ല. ഏതായാലും ജ്യോതിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. തരട്ടെ ഒന്നാമത്തെ ചോദ്യം ശശിക്ക്. തരൂ, വേഗം തരൂ. ഓക്കെ, ആണുങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ 1 അണ്ടർവെയർ ഇടുമ്പോ, ഓപ്ഷൻ 2 മൂത്രം ഒഴിക്കുമ്പോ, ഓപ്ഷൻ 3 വെള്ളം അടിക്കുമ്പോ, ഓപ്ഷൻ 4 സിഗരറ്റ് വലിക്കുമ്പോ. ഓപ്ഷൻസ് വെള്ളമടിക്കുമ്പോൾ, എൻ്റെ മത് 4 കാലയിലാ ഭക്ഷണം കഴിക്കുമ്പോൾ അതും പറ്റത്തില്ല. പെട്ടെന്നാട്ടെ ശശി, കല്യാണിക്കുട്ടി ഭ്രാന്ത് പിടിച്ച് ഓടുകയാണ്. പെട്ടെന്നാണോ? ഇവിടെ ഉള്ളവർക്കെല്ലാം ഞാൻ ഭ്രാന്താണോ? എനിക്കറിയാമെന്നായിട്ട് ചോദിക്കുക. എല്ലാവർക്കും ഭ്രാന്ത്. ഒന്നുകൂടെ നോക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ. എൻ്റെ ഞാനിപ്പോ ആരെയൊക്കെ വിളിക്കണോ എൻ്റെ ഈശ്വര? കിട്ടി പറയട്ടെയോ? ഉത്തരം പെട്ടെന്ന് പറയൂ ശശി, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരം പറയട്ടെ. ഷർട്ട് ഇടുമ്പോ അല്ല, അണ്ടർവെയർ ഇടുമ്പോൾ. ശരി ഉത്തരമാണ്. താങ്കൾക്ക് കയ്യടിയോടൊപ്പം ഒരു അണ്ടർവെയർ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കട്ടെ ശശി. ഒന്ന് വേഗം ചോദിക്ക് തീർക്കേണ്ട പൊന്നോ. ഇനി പൊറോട്ടയുമായിട്ട് ബന്ധമുള്ള ചോദ്യമല്ലോ ചോദിക്കുക. എനിക്കാണ് വിശന്നിട്ട് വയ്യ. ശശി, ഐ ആം ടെറിബിളി സോറി. നിങ്ങൾ പെട്ടെന്ന് പോണം, എനിക്ക് മറ്റൊരേ കിട്ടിയിട്ടുണ്ട്. ഐ ആം ദ സോറി ഓഫ് ദ ടെറിബിളസ്റ്റ്. ഇറങ്ങി പോകൂ ശശി. ഏതോ പാലേക്കാരനാണെന്ന് തോന്നുന്നു. നല്ല ഇര. എനിക്കും ജീവിക്കണം മക്കളെ. എന്നെ എല്ലാവരും ചതിച്ചു. ഭൂമിയിൽ കാലുകുത്തുമ്പോൾ മണിയാശാൻ പേടിപ്പിച്ചു ചതിച്ചു. ബോണ്ടയാണെന്ന് പറഞ്ഞ് ബോംബ് തന്ന് കണ്ണൂരുകാരും ചതിച്ചു. കഞ്ഞി കുടിക്കാൻ വിശന്നപ്പോൾ ഷവർമ തന്ന് ഹോട്ടലുകാരനെ ചതിച്ചു. കയ്യിലുണ്ടായിരുന്ന പണപ്പെട്ടി അടിച്ചുമാറ്റി രാഷ്ട്രീയക്കാരനെ ചതിച്ചു.
എല്ലാം കഴിഞ്ഞ് പോത്താണെന്ന് പറഞ്ഞു കയറിയ ഈ വണ്ടിക്കാരനും എന്നെ ചതിച്ചു. എനിക്കിനി മുൻപോട്ട് പോകാൻ പറ്റില്ല മക്കളെ. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ പണവും എനിക്ക് അനിവാര്യമാണ്. അപ്പോ നിങ്ങൾ പാലക്കാരനല്ലേ? ഈ ഓട്ടോക്കാരന് കൊടുക്കുവാൻ പോലും എൻ്റെ കയ്യിൽ പണമില്ല. എനിക്ക് കുറച്ച് പണം തരുമോ? താങ്കൾ കോടീശ്വരനല്ലേ? ഈ വണ്ടിക്കാരന് പോകുവാൻ ധൃതിയായി. വരൂ, നമുക്ക് പോകാം. ഇവിടെ നിന്നാൽ ഞാനും പിച്ചക്കാരനാണ്. അപ്പോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒറിജിനൽ മാവേലിയാണെന്നാണോ? അതെ. ഒരു ഷവർമ കൊടുത്ത ഈ 2 കിലോ സ്വർണമുള്ള കിരീടം അടിച്ചു മാറ്റമായിരുന്നു. കേസും വരില്ല. ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടി എനിക്ക് എന്നേക്കുമായി നിർത്താമായിരുന്നു. ഓണമല്ലേ, എൻ്റെ പ്രജകളോടൊന്ന് സംസാരിക്കുവാൻ ഒരു അവസരം തന്നാൽ ഞാൻ കൃതാർത്ഥനായി. തീർച്ചയായും. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല ഓണം ലിവർപൂൾ മലയാളികൾക്ക് നാം ഇതാ ആശംസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അടുത്ത ഓണത്തിന് നിങ്ങളെ കാണാമെന്ന് നാം ഉറപ്പു തരുന്നു. നാം ഇതാ യാത്രയാകുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരാകെയും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം, ഉള്ളത്തിലാകെയും സത്യധർമ്മം, പഞ്ഞമില്ലാത്തൊരു നാട്ടിൻ പുറം, നാട്ടിൻ പുറം, നാട്ടിൻ പുറം. ഈ ആഴ്ചയിൽ പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ലിവർപൂളിലെ ആണുങ്ങളായിട്ടുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ 1, ഓഫ് എടുത്ത് വീട്ടിലിരിക്കുമ്പോ. ഓപ്ഷൻ 2, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ. ഓപ്ഷൻ 3, ക്ലബിങ്ങിന് പോകുമ്പോ. ഓപ്ഷൻ 4, സ്മോൾ അടിച്ച് രാത്രി വീട്ടിലിരിക്കുമ്പോ. ഏത് സമയത്ത് എവിടെയാണ് ലിവർപൂളിലെ മലയാളി സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്നത്? അതാണ് ഈ ആഴ്ചയിലെ ചോദ്യം. SMS അയക്കേണ്ട ഫോർമാറ്റ് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ SMS ഇനി പറയുന്ന ആരുടെ മൊബൈലിലേക്കും അയക്കാം: ലിംക പ്രസിഡന്റ് തമ്പി ജോസ്, അല്ലെങ്കിൽ മൈലപ്പറ ബിനു, അല്ലെങ്കിൽ മനോജ് വടക്കേടത്ത്. നിങ്ങൾ തമ്പി ജോസിനാണ് അയക്കുന്നതെങ്കിൽ SMS ചെയ്യേണ്ട ഫോർമാറ്റ് ശുഷ്കാന്തി@mercyrail. നിങ്ങൾ കൺവീനർ ബിനു മൈലപ്രക്കാണ് അയക്കുന്നതെങ്കിൽ ഫോർമാറ്റ് ശുഷ്കാന്തി@മൈലപ്ര. മനോജ് വടക്കേടത്തിനാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ ശുഷ്കാന്തി@വടക്കേടത്ത്. നിങ്ങളുടെ ഉത്തരങ്ങൾ കാത്തിരിക്കുകയാണ് ഈ 3 ആൾക്കാരും. കാഹളം മുഴങ്ങി. ഇതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ദേ വന്നു, താ പോയി. ശുഭ നിദ്ര, സുഖ നിദ്ര. ഗുഡ് ബൈ.